ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ഐറ്റം ആയിട്ട് വന്നിരിക്കുകയാണ്. തന്നെ ഞാനിവിടെ ബ്രെഡൊക്കെ എടുത്ത് അതിൻ്റെ പുറത്ത് ഒരു ഇങ്ങനെ ബ്രൗൺ കളറിൽ ഇരിക്കുന്ന സാധനം അല്ലെങ്കിൽ ഇങ്ങനെ നിരത്തി ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 5-6 ഇതുപോലെ അതിൻ്റെ വെള്ള കളർ, അതിൻ്റെ നടുക്കത്തെ വെള്ള കളറ് സാധനം നമ്മൾ വെയിറ്റ് ചെയ്യേ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. ഇത് ഞാൻ 2ാമത്തെ തവണ കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. ആദ്യത്തെ തവണ ജസ്റ്റ് എവിടേക്കോ ഒരു പാളിച്ച പറ്റിയിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റില്ല. എന്തായാലും ഇത്തവണ നമ്മൾ സെറ്റപ്പ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം നമ്മളിത് അപ്പം വെള്ളമൊന്നും ചേർക്കേണ്ട. ഇതൊരു 5-6 ഉണ്ടെന്ന് 6-7 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്കിത് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. ജസ്റ്റ് നമുക്ക് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇച്ചിരി ഉള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളു. അപ്പോൾ നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് ജസ്റ്റ് ഒന്നിങ്ങനെ പിച്ച് ഒത്തിരി ഏതല്ല, നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, വെള്ളമൊന്നും ചേർക്കണ്ട, പഞ്ചസാര ഒരു സാധനം ചേർക്കണ്ട. ഇത് ജസ്റ്റ് ഒന്ന് അടയ്ക്കുക, നമ്മൾ നേരെ അരച്ചെടുക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ ഗൈസ്, കുഞ്ഞിപ്പെണ്ണിന് അവർക്കൊക്കെ പനിയാണ് കേട്ടോ. അതാണ് അവരൊന്നും വരാത്ത, അവർ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും പൊട്ടിത്തെറിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. തീർന്നു. നല്ല പതുപതാന്നുള്ളതാണ്. ഇതുണ്ടോ ഗൈസ്, നല്ല ഇങ്ങനെ കിട്ടണം, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സിഞ്ഞ് നമുക്ക് മിക്സിയുടെ ആവശ്യമില്ല, ഇത്രയും മതി കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട് ഗൈസ്. ഇതുണ്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ. അപ്പോൾ ഗൈസ്, നമ്മൾ പാലെടുത്തുകൊണ്ടുവന്ന്, പാക്കറ്റ് പാലാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ തിളപ്പിക്കണ്ട, ജസ്റ്റ് അങ്ങോട്ട് അങ്ങനെ തന്നെ ഒഴിച്ചാൽ. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ഇതൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഒരു ശകലം ഇതൊന്ന് മിക്സ് ആവാനുള്ള ഒരു ശകലം പാലൊഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ഇതിലോട്ട് ഒഴിക്കുക, കുഴയ്ക്കുക, അങ്ങനത്തെ ജസ്റ്റ് പരിപാടിയുള്ളൂ. ഈ പാലിന് നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാല് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഒന്ന് ട്രൈ ചെയ്തു, പക്ഷേ എവിടേക്ക് എന്തൊക്കെ പാളിച്ച പറ്റി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ചില സ്ഥലത്ത് ഇച്ചിരി പാളിച്ചയൊക്കെ പറ്റി, എന്തൊക്കെയോ പറ്റി. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും അമ്മ പാത്രമൊക്കെ കഴിഞ്ഞില്ലേൽ ഇങ്ങനെ കൊന്നു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ പാൽ ഇങ്ങനെ ഒഴിച്ചേക്കരുത്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തണുപ്പിക്കണം. അത് കഴിയുമ്പം ഇതൊക്കെ ഒന്ന് ഒഴിച്ച് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഗൈസ്, ഇത് നമുക്ക് ഇച്ചിരി ആയിട്ട് ഞാൻ ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ ഇത് മൊത്തം അങ്ങ് കമത്തിയിട്ട് കുഴച്ച് അവസാനം വെള്ളം പോലെയായി. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഇട്ട് അടിച്ചെടുത്ത് ഇതിനകത്ത് ചേർത്ത്. പക്ഷേ ഇതും കൂടെ ചേർത്തുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായി ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഇത് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി ആയിട്ട് ചെയ്തില്ലേൽ പണി കിട്ടുന്നില്ല, വീണ്ടും ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം, അതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇച്ചിരിയും കൂടെ പൊടി നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇച്ചിരി കുറച്ചേ ഉള്ളായി, പക്ഷേ നമ്മൾ എല്ലാം കഴിയുമ്പോഴേക്കും ആവശ്യത്തിനുള്ളതാണ്. ഈ പാലും ഇതും കൂടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു ശകലം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇത് കുഴപ്പമില്ല. ഈ പഞ്ചസാരയൊക്കെ തീർക്കുമോ? പഞ്ചസാര വെച്ച് ഇച്ചിരി കൂടുതൽ വേണം ഗൈസ്, ഗുലാബ് ജാമുൻ ആയതുകൊണ്ട്. നമുക്ക് ഇത് കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ഇവിടെ കുഞ്ഞിപ്പെണ്ണിനും ജോസൂട്ടറിനൊന്നും ഇത് ഇഷ്ടമില്ല, ഞാൻ മാത്രമാണ് ഇത് കഴിക്കുന്നുള്ളൂ, ഇവരും കഴിക്കും. അപ്പോൾ എനിക്ക് തിന്നാനാണ് ഞാൻ അച്ചാച്ചയ്ക്ക് ഭയങ്കര അച്ചാച്ചയും തിന്നും. അപ്പോൾ അതേ ഗൈസ്, ഇത്രയും മതിയായിരിക്കല്ലേ. നമ്മൾ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് മാവ് പോലെ. അപ്പോൾ നമ്മൾ ഇത് വിചാരിക്കും ഒത്തിരി കുഴഞ്ഞു വേണം, പക്ഷെ നമ്മൾ എന്നെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കും. നമ്മൾ വിചാരിക്കും പിന്നെ ഒത്തിരി മെഴുമെഴാന്നായി കാണും, പക്ഷെ കറക്റ്റാണ്. നമുക്കിനി കുറച്ച് പാലും കൂടെ നമുക്ക് കുടിച്ച് തീർക്കാം. അപ്പോൾ എന്തായാലും അത് ഞാൻ ഉരുട്ടട്ടെ, ഇതൊന്ന് കൈയൊക്കെ ഒന്ന് കഴുകണം. അപ്പോൾ ഗൈസ്, എൻ്റെ നല്ല ശുദ്ധമായ കൈകൾ കൊണ്ട് വേണ്ട ഉരുട്ടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ വെള്ളത്തിൽ ഇടുമ്പോൾ അറിയാം, പക്ഷെ ഞാൻ ആ കാര്യമേ മറന്നുപോയി. അപ്പം ഞാൻ വലിയ ഉരുളയായിട്ട് ഉണ്ടാക്കി അങ്ങ് ഇട്ടു. അവസാനം പാത്രം നിറച്ച് വീർത്ത് വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇച്ചിരി എൻ്റെ കൈയുടെ കൊണ്ട് നാളെ എത്ര പേര് ബാത്റൂമിൽ ഇരിക്കുമെന്ന് ദൈവത്തിന് അറിയാം. എന്തായാലും നമ്മൾ
ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഉരുളയാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉരുട്ടിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളൊരു ചട്ടി നല്ല ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവർ വീട്ടിലില്ലാത്ത ദിവസം കേട്ടോ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇവർ വീട്ടിലുള്ളപ്പം ഇതല്ലേ നമ്മുടെ ഉണ്ട 1 2 3 4 5 6 7 8 9 ഓക്കെ 9 ഉരുളകൾ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇതൊന്ന് ചൂടായി വരുമ്പം നമ്മൾ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. അപ്പോൾ വേണ്ട 2 നമുക്ക് കാരണം ഇത് എടുക്കാനും ഇറക്കാനും അതുപോലെ തന്നെ ഇത് നല്ലപോലെ മറ്റേ നമ്മൾ പുറമേ നല്ലപോലെ കളർ തോന്നും, പക്ഷെ അകത്ത് ശരിയായില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ സെറ്റാക്കിയില്ലേ ഈ നമ്മൾ അവസാനം ഉണ്ടാക്കി കഴിയുമ്പം ഇതിൻ്റെ അകത്ത് ഒരുമാതിരി ഇങ്ങനെ പശള പോലത്തെ പുറത്തോട്ട് വരും. പിന്നെ നമ്മൾ തിന്നുമ്പോൾ ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ തന്നെ തിളച്ച് സെറ്റായി വരുന്നുണ്ട്. അപ്പം നമുക്കത് സെറ്റാക്കാം. ഞാൻ ഇടട്ടെ? അല്ല ഞാൻ ഞെക്കിയൊക്കെ അമ്മ അതിൻ്റെ ഷേപ്പ് മാറും. കണ്ടാകും ഒരറ്റത്ത്. മതി മതി മതി, എനിക്കത് മാനേജ് ചെയ്യാൻ പാടാം. നല്ലപോലെ സെറ്റായി വരുന്നുണ്ട്. ഇത് ഞാനൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ബ്രൗൺ കളറിൽ ഇതിൻ്റെ ഇങ്ങനെ വരും. ഇത് ആയില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ആയില്ലേൽ ഒന്നും കൂടെ തീക്കാത്തിട്ട് സെറ്റാക്കണം കേട്ടോ. അടുത്ത സെറ്റ് ഇടുക. സിമ്പിളായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമല്ലോ. അപ്പം രണ്ടാമത്തെ ഇത് ഒട്ടിപ്പിടിക്കാതെ ഇല്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പാടാ. ഓക്കെ, വീർത്ത് വരുന്നുണ്ട്. ഇനി ഇത് മറ്റേ ഇതിനകത്ത് ഇടുമ്പോഴേക്കും കുറച്ചും കൂടെ വലിപ്പം വെച്ചിരും. നമുക്ക് ഇതെല്ലാം സെറ്റാക്കിയിട്ട് ആയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇത് 2 ഇച്ചിരി കരിഞ്ഞു പോയ പോലെ വന്നു, എന്നാലും കുഴപ്പമില്ല. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ 8 ഉള്ളൂ. ഒരെണ്ണം എവിടെയോ കാണാതെ വയറ്റിലായിപ്പോയി. അപ്പം അമ്മ അടിച്ചു വെച്ച് എന്തോ നോക്കി 2 അച്ചു വയറ്റിലാക്കി. അപ്പം അതേണ്ട അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തിന്നുക. ഷുഗർ പിടിപ്പിക്കുക, അങ്ങനെ ഇങ്ങനെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തിന്നുക. ഓക്കെ, പെട്ടെന്ന്. അപ്പോൾ വേണ്ട ഇതിനി നമുക്ക് ഇത് ചൂട് മാറാൻ സൈഡിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തിന്നുക, അങ്ങനെ ഷുഗറൊക്കെ പിടിക്കട്ടെ അങ്ങോട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനാവശ്യമായ അത്ര വെള്ളം എന്തോരം വേണേലും ഒഴിച്ചു, പഞ്ചസാര ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എടുത്തുകൊണ്ട് വരാം ഗൈസ്. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയൊന്നുമില്ല. അതേണ്ടേ ഏലക്ക ഗൈസ്, നമ്മളിവിടെ ഏലക്കത്തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഏലക്ക ഒരു പഞ്ഞമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും. അല്ലേ അമ്മേ? അതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 ഏലക്ക എടുക്കുക. അതിൻ്റെ തോടൊന്നും കളയണ്ടായില്ല, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇങ്ങനെ പൊളിക്കുക, ഇടുക. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇൻഗ്രീഡിയൻറ്റ് നമ്പർ 1. ഇത് ഇട്ടിട്ടുണ്ട്. ഇനി പഞ്ചസാര കുറഞ്ഞാലും പ്രശ്നമില്ല, പക്ഷേ കൂടി പോയാലും പ്രശ്നമില്ല, പക്ഷേ കുറഞ്ഞു പോയതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്നവിടെ നമ്മളങ്ങ് കണ്ണറച്ചങ്ങ് ഇടുക. മതി മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാരിക്ക് ഒരു പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്കിത് എടുത്തുകൊണ്ട് കൊണ്ടുപോകാം. ഓക്കെ, നമുക്കിനി നേരെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം തീ കത്തിക്കാം. നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാനിരിക്കാം. ഇനി ഇത് മൊത്തം ഇതാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. പ്രദേശം ഇതൊന്നും ആവട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് കാണാം. നമ്മുടെ സാധനം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നല്ല തിളച്ച്. അപ്പം നിങ്ങൾ ഈ ഗുലാബ് ജാമുനൊക്കെ കാണുമ്പോൾ അതിലൊരു മഞ്ഞ കളറല്ലേ വെള്ളത്തിന്, ഇപ്പം മഞ്ഞ കളർ വരിക. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ ശരിയാവും. അപ്പം നമ്മൾ ഏറ്റവും ചെറിയ പാത്രം എടുത്താൽ അത്രയും നല്ലത്. ഞാൻ നേരത്തെ വലിയ പാത്രത്തിൽ ഇടാലോ എന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ നമ്മൾ ചെറിയ പാത്രത്തിൽ എടുക്കുന്നതോറും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കൂടാൻ പറ്റൂടാ. കഴുകാനും എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നേരെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. 8 ഉണ്ട്. അതിന് ശേഷം നമുക്ക്
വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര അല്ലേ? മുങ്ങുന്ന പോലെ അങ്ങ് ഒഴിച്ചോ. ഒഴിച്ചതിന് ശേഷം എനിക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓ ഇത് കണ്ടാ നല്ല സെറ്റപ്പ് ഉണ്ടോ? ഇത് ഷേപ്പ് ഒക്കെ ഇപ്പോഴല്ല ഇതൊന്ന് ഇത് ആവണം. അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ച് കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം. റെസ്റ്റിന് വെച്ചേക്കും അല്ലേ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കാട്ടോ. പൊക്കി നോക്കണം, അന്നേരം അതിന്റെ ചൂട് പോകും, അന്നേരം അതിന്റെ ഒരു എഫക്റ്റ് പോകും. അച്ഛത് അതിന്റെ ഇടയ്ക്ക് ഹണി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് തന്നെ ആകെ മൊത്തം ഹണിയുടെ പ്രശ്നങ്ങളാണ്. നീ ഇതിനകത്ത് ഹണികൾ ഒഴിക്കാൻ പോകണം. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം അടിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല എടാ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഹണിയുടെ പ്രശ്നം. നീ അത് മൊത്തം തീർക്കരുത്. ഹണിയാണോ? ഹണിയാണ്. ഹണിയുടെ MC-യുടെ ബോട്ടാ. ഇവനത് എടാ അങ്ങനെ കുടിക്കരുത്. ഇവൻ ആ ഹണി മുഴുവൻ കുടിച്ചു തീർക്കും കേട്ടോ. ഇവൻ അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചുമ്മാ തള്ളി കൊടുക്കാം. എടാ അത് കുടിച്ചു തീർക്കരുത്. ഇവിടെ മറ്റേ തേനീച്ചക്കൂട് തുറക്കുമ്പോ ഒരു ഇന്ന തേൻ കിട്ടും. അപ്പൊ അത് മൊത്തം ഇരുന്ന് ചെറുതേനീച്ചക്കൂടുണ്ട് കേട്ടോ, 8-10 നമുക്കത് തുറക്കണം. ഓപ്പൺ ചെയ്യാറായി. ഏത് സമയത്ത് തുറക്കണം? അത് മൊത്തം കുടിച്ചോ വീടാ. അത് ചെറുതേനാത്. ഇവനത് തേൻ ഒഴിക്കുക. എന്താവും അറിയത്തില്ല. പരീക്ഷണമല്ല, നല്ല ഗുലാബ് ജാമ. ലായനിക്കകത്ത് ലയിക്കുമോ തേന്? അതൊക്കെ ലയിക്കില്ല. കുഴപ്പമില്ല, നമുക്ക് ഇനി അത് വെക്ക. ഒരാളുണ്ട് പനി പിടിച്ച് പോസ്റ്റായിട്ട് കിടക്കുക. അടുത്ത ആളതെ പനി കഴിഞ്ഞിട്ട് റെഡിയായി. അവരുടെ ഫേവററ്റ് ചാനൽ കണ്ടോണ്ടിരിക്കുക. ഈ ചാനല് എന്താ ഗുലാബ് ജാം റെഡിയായോ? ഇല്ല, ആയിക്കൊണ്ടിരിക്കും. കമന്റ് ചെയ്യണം. ഈ ചാനൽ അറിയാവുന്നവർ കമന്റ് ചെയ്യണം. സൗണ്ട് കേട്ടിട്ട്. ആപ്പിൾ 15 പ്രോനെയൊക്കെ ലോഞ്ച് ചെയ്യുന്ന പോലെ എന്താ നമ്മുടെ ഗുലാബ് ജാമുൻ ഇതാ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനത് അങ്ങോട്ട് കൊണ്ടേ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കി, ചൂട് പോയിട്ടില്ല. പക്ഷെ ഇതുണ്ട്, ഈ വെള്ളത്തിന് കണ്ടോ ഒരു മഞ്ഞ കളറ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഗുലാബ് ജാമുൻ തിരിച്ച് സംഗതി റെഡി കേട്ടോ. അതിന്റെ ബോളൊക്കെ വലുതായില്ലേ? അടിപൊളി. അപ്പൊ നമുക്കിത് തിന്നു നോക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗുലാബ് ജാം ടേസ്റ്റ് ചെയ്യാൻ പോട്ടോ. ജോസൂട്ടൻ, പനിയുള്ള ജോസൂട്ടൻ്റെ വന്നിട്ടുണ്ട്. എനിക്ക് വെള്ളം കൂട്ടി വേണം. ചൂടുണ്ടോ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. അടിപൊളി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ കേട്ടോ. ഗുലാബ് ജാം എങ്ങനെയുണ്ട് നോക്കട്ടെ. അവൻ തന്നെ എടുത്ത് തിന്നുവാ. നോക്കട്ടെ. ഒരെണ്ണം ഇത് ഇങ്ങനെ എടുത്തിട്ട് ആ വെള്ളം കൂടെ കൂട്ടി വേണം. എടുത്തു. ഇതിങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെയും കൊണ്ടുവരണം. ഇങ്ങനെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സൂപ്പർ. അതിന്റെ വെള്ളം ആ ഒരു പഞ്ചസാര അടിപൊളിയാട്ടോ. സൂപ്പർ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയോ. സൂപ്പർ, അടിപൊളി. വന്നാലും കുഴപ്പമില്ല. അതെ അതെ. ഗുലാബ് ജാം അവൻ തന്നെ നിന്ന് തീർക്കുക. ജോസൂട്ടിന് കൊടുക്കണം. ജോസൂട്ടൻ ഗുലാബ് ജാം ഒരെണ്ണം ട്രൈ ചെയ്യാൻ പോണ്. ജോസൂട്ട ഞാൻ മുറിച്ചു തരാം. എന്റെ ഇടയ്ക്ക് ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ തൊലിയല്ല ഇവിടെ അത് ചാടിയിട്ടുണ്ട്. എന്റെ ടെസ്റ്റർ വന്ന് ടെസ്റ്റ് ചെയ്തു. ഇവൻ തന്നെ ഉണ്ടാക്കി ഇവൻ തന്നെ തിന്നു കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബൈ ബൈ. അടുത്ത ഫുഡ് വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം.